ഹലോ കൂട്ടുകാരി, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടിയിട്ടൊന്ന് ടൗണിലേക്ക് പോവുകയാണേ. അപ്പൊ ഒരു വൈകുന്നേര സമയത്താട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ അപ്പുക്കുട്ടൻ ഉള്ളതുകൊണ്ട് കൂടുതലും ഞങ്ങൾ ഈവനിങ് സമയത്താട്ടോ പുറത്തേക്കൊക്കെ പോവാറ്. ഉച്ച സമയത്തൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ പാലക്കാട് അറിയാലോ, അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. അപ്പൊ ഉണ്ണിനെയും കൊണ്ടൊന്നും പോകാൻ പറ്റില്ല പറഞ്ഞിട്ട് നമ്മളൊരു ഒരു 5 മണി 5:30 ആ സമയത്താട്ടോ ഇറങ്ങിയത്. അപ്പൊ ഞങ്ങൾ നേരെ അപ്പക്കുട്ടനിക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഉണ്ണീന്റെ പിറന്നാളും ഞങ്ങൾക്കൊരു കല്യാണം, ഫാമിലിയിൽ ഒരു കല്യാണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു. അപ്പൊ അവന് ഓണത്തിനൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ അങ്ങനെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഒരു ഡ്രസ്സ് എടുക്കാൻ വിചാരിച്ചു. അപ്പൊ എനിക്ക് ഏട്ടൻ ഓൺലൈനിൽ നിന്ന് എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ബർത്ത്ഡേ സമയത്ത് ഏട്ടൻ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനത് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഏട്ടനിക്ക് ഞാൻ അതേപോലെ ഓൺലൈനിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ റേറ്റ് കുറവിലായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാനത് വരികയാണെങ്കിൽ കാണിച്ചു തരാവേ, അതല്ലെങ്കിൽ ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങൾ നേരെ ഒലവക്കോട് എത്തി കണ്ടോ. അത്യാവശ്യം വെയിലൊക്കെ കുറഞ്ഞ സമയമാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ബ്ലോക്കിനൊന്നും ഒരു കുറവില്ല കേട്ടോ. ഒലവക്കോട് എത്തി നമുക്ക് സ്ഥിരം ബ്ലോക്ക് ആയിരിക്കും കേട്ടോ. അപ്പൊ ഏത് കടയിൽ പോകണം ഇങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ കിട്ടണ കടയിൽ പോയി എടുക്കാൻ വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ പുതിയൊരു കടയിൽ തോന്നുന്നു, ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അവന് ഡ്രസ്സൊക്കെ 2-3 ഇട്ട് നോക്കി ഒന്ന് എടുത്തു കേട്ടോ. അങ്ങനെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് നേരെ ഞാൻ ചെരുപ്പ് വാങ്ങാൻ പോയി. അപ്പൊ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് കടകളൊക്കെ അവധിയാണ് കേട്ടോ കൂടുതലും. അപ്പൊ ഞങ്ങൾ താഴെ മറ്റേ മുനിസിപ്പൽ സ്റ്റാൻഡ് അവിടെ ഒരു ചെറിയൊരു കടയുണ്ടായിരുന്നു. അപ്പൊ അവിടെ പോയിട്ടാട്ടോ ചെരുപ്പ് വാങ്ങിയത്. അപ്പൊ ഞാൻ എപ്പോഴും ഫ്ലിപ്പിന്റെ ചെരുപ്പാണ് കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. അപ്പൊ 2-2.5 കൊല്ലമായിട്ട് ഞാൻ ചെരുപ്പൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് സാധാരണ ഒരു ചെരുപ്പും പുറത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ചെരുപ്പൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ 10-200-300 രൂപേൻ്റെ ഉള്ളിലായിട്ടുള്ളൂ കേട്ടോ ഈ ചെരുപ്പിന്. അപ്പൊ ഞാൻ അതാട്ടോ വാങ്ങിയത്. കുറേ ചെരുപ്പ് ഞാൻ വലിച്ചു വാരി ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഫസ്റ്റ് എടുത്തത് തന്നെയായിരിക്കും ഞാൻ ലാസ്റ്റ് ആകുമ്പോഴേക്കും എടുക്കട്ടെ, വലിച്ചിടൽ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് CM മൊബൈൽസിലും കൂടി പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. മൊബൈലിലെ കവറൊക്കെ ഒന്ന് ഒട്ടിക്കണമായിരുന്നു. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. പുറത്തൊക്കെ പോകുമ്പോൾ വിചാരിക്കും, പക്ഷെ ചില കടയിൽ പോകുമ്പോൾ ചോദിക്കുമ്പോൾ ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ അതൊക്കെ ഒട്ടിച്ചു. നേരെ നമ്മൾ കയറുന്ന ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെയാണെങ്കിൽ നമുക്ക് ഇരുന്ന് സമാധാനത്തിൽ കഴിക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പക്കുട്ടനും കട്ട്ലൈറ്റും വാങ്ങി. അതേപോലെ എനിക്ക് ഇതാട്ടോ പപ്സാട്ടോ വാങ്ങിയത്. പിന്നെ അപ്പക്കുട്ടൻ എപ്പോഴും നമ്മൾ ജ്യൂസാണ് വാങ്ങിക്കൊടുക്കുക. അപ്പൊ കുട്ടി ഇന്ന് എന്നെ കണ്ടിട്ട് കോപ്പി അടിച്ചു തോന്നുന്നു. അവനിങ്ങനെ സർബത്ത് മതി പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ കൂടുതൽ ലൈമാണ് കുടിക്കുക. അപ്പൊ ഇന്നാട്ടോ സർബത്ത് കുടിച്ചത്. എനിക്ക് സർബത്ത് കുടിക്കാൻ ഒരു കൊതി കേട്ടോ. അങ്ങനെ സർബത്തും കുടിച്ചു. ഏട്ടൻ ചായയാണ് കുടിച്ചത്. പിന്നെ എനിക്ക് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പൊ ടൗണിലേക്കൊക്കെ നോക്കിയപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് കയറുന്നൊരു ഫാൻസി ഉണ്ട്. അപ്പൊ അതൊക്കെ പൂട്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ടൊന്നും ഫാൻസി ഒന്നും അധികം ഇല്ലേ. പിന്നെ കണ്ടോ കുറേ മിഠായിസ് ഒക്കെ ഉണ്ട്, നല്ല റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ വാങ്ങിയൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നേരെ മുണ്ടൂര് പോകട്ടെ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് കയറുന്ന ഒരു ഫാൻസി ഉണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കാൻ വിചാരിച്ചു. പക്ഷേ പെട്ടു ഗായ്സ്, അവിടെ ഫാൻസിയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇനി എന്തായാലും ഞാൻ ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്, ആ സമയത്ത് വാങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ മുണ്ടൂരൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വേഗം തിരിച്ചു വന്നു. നമ്മുടെ ശിവരാത്രീൻ്റെ പരിപാടി നടക്കുന്നുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. നെക്സ്റ്റിൽ വീണ്ടും കാണാം.